നമസ്കാരം, ഞാൻ അജിത്താണ്. എൻ്റെ ലൈഫ് സ്റ്റോറിയുടെ ഫസ്റ്റ് പോർഷൻ എന്തെങ്കിലും തമ്മിൽ ഞാൻ പറയുകയാണ്. ബിക്കോസ് കൊച്ചിൻ എയർപോർട്ടിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ എയർപോർട്ട് സ്റ്റോറി പറഞ്ഞു തീർക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തുടക്കം തൊട്ട് നിങ്ങളിലെത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ കൊച്ചിൻ എയർപോർട്ടിൽ 1999 ജോയിൻ ചെയ്യുന്നത്. എല്ലാവർക്കും ഉള്ള പോലെ കൊച്ചിലെ എയർപോർട്ടിൽ വർക്ക് ചെയ്യണം എന്നുള്ള, അത് എയർപോർട്ടിൽ വർക്ക് ചെയ്തതിനെക്കാട്ടിയും എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ റൺവേയിൽ വണ്ടി ഓടിക്കണം എന്നുള്ളൊരു ഡ്രീം എടുക്കണം കൊച്ചിലെ. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ എറണാകുളത്താണ് നേവൽ എയർപോർട്ടുണ്ട്. അവിടെ എൻ്റെ അച്ഛനെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിലാണ് അദ്ദേഹം അന്ന് ബോംബെയിൽ പോകുന്നത്. അദ്ദേഹത്തിനെ കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അന്നവിടെ വേലിൻ്റെ ഇടയിൽ കൂടെ നോക്കാൻ ശ്രമിക്കുകയും പിന്നെ അവിടുന്ന് CSF പിടിച്ച് മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഞാൻ ഡ്രീം ചെയ്തോണ്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ വണ്ടി ഓടിക്കണം, അതിന് എന്താണ് വകുപ്പ് എന്നുള്ളത് അന്വേഷിച്ചെടുക്കുന്നു. പിന്നെയാണ് ഞാൻ വലുതായി കഴിഞ്ഞ് എയർപോർട്ടിൽ ജോലിനെ പറ്റി ചിന്തിച്ച സമയത്ത് ഫയറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ വണ്ടിയൊക്കെ ഓടിക്കാം എന്നുള്ള ആൾക്കാരുടെ ഒരു അഭിപ്രായം കിട്ടുകയും ഫയറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ എയർപോർട്ടിൽ എനിക്ക് ജോലി കിട്ടി. ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് എന്ന നിലയിൽ കൊച്ചിൻ എയർപോർട്ടിൽ ഫസ്റ്റ് ബാച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ 4 മാസം കൊണ്ട് ട്രെയിൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് 45 to 50 days ആണെങ്കിൽ തീർക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ജോലി അത്രയും ടാസ്ക്ഫുള്ളായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ബാച്ചാണ് എൻ്റെ. കൊച്ചിൻ എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് കൊച്ചിൻ എയർപോർട്ട് ഇന്ന് കാണുന്ന ചാവൊന്നുമില്ല. അന്ന് ഒരു സാധാരണ വെറും 3,000-3,500 രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എയർപോർട്ടിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു ജീപ്പിലാണ് കരിയാടെന്ന് പോകുന്നത്. ഇന്ന് ഈ പുതിയ വഴിയൊന്നുമില്ല. കരിയാടിയിൽ പോകുന്ന ജീപ്പിൽ ഒരു ജോർജേട്ടൻ്റെ ജീപ്പുണ്ട്. ഇപ്പോഴും ജോർജേട്ടനുണ്ടെങ്കിൽ അത് കേൾക്കുന്നുണ്ട്. മനസ്സിലോ പുള്ളിയുടെ ജീപ്പിലാണ് ഞങ്ങളും എയർപോർട്ട് ഡയറക്ടറും എല്ലാവരും ആ ജീപ്പിലാണ് പോകുന്നത്. ആകെ MD ഓടിച്ചു, ഇന്നത്തെ കൊറിയൻ സാറാണ് MD, അദ്ദേഹത്തെ ഒഴിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു അംബാസഡർ കാർ കണ്ടുണ്ട്. ബാക്കി എല്ലാവരും ഈ ജീപ്പിൽ ആണ് വരികയും പോവുകയും ചെയ്യുന്നു. അന്നത്തെ കാലത്ത് ദൈവം സഹായിച്ച് എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായും പ്രശ്നമൊന്നും ഇല്ലാത്ത കാരണം എനിക്കൊരു കോൺടസ്റ്റ് ഉണ്ട്, ഒരു യുനോ, അന്നത്തെ കാലത്ത് ഒരു യുനോ ഉണ്ട്, ഒരു മാരുതി കാറൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് വണ്ടികൾ മാറി മാറി പോകുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ട്. അന്ന് ഞങ്ങളുടെ ഇവിടെ റൺവേയിൽ ഈ ജീപ്പിലാണ് റൺവേ സെഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിലും അന്നത്തെ കാലത്ത് ഈ ജീപ്പിൽ പോകാൻ പറ്റാത്ത കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ അന്നത്തെ ഇൻചാർജിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് ഈ വണ്ടിയിൽ എൻ്റെ കോൺടസ്റ്റിൽ നമുക്ക് റൺവേ സെഷന് പോകുമ്പോൾ എനിക്ക് ആ വണ്ടി ഓടിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വി വെർ അലൗഡ് ടു ഡ്രൈവ്. അന്ന് ഫുൾ ടൈം മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്ന് ഫ്ലൈറ്റ് മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ റൺവേയിൽ വണ്ടി ഓടിക്കാനുള്ള ഞങ്ങളുടെ ഡ്രീം എല്ലാം എൻ്റെ എയർപോർട്ട് ഫുൾ സ്വിങ് ആവുന്നതിന് മുമ്പ് തന്നെ കഴിയുകയും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം, അതായത് 2000 ആ കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ഫാമിലിയിൽ വലിയ ഇൻസിഡൻറ്റ് ഉണ്ടായി. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്ററും ബ്രദറിൻലോയും ആക്സിഡൻറ്റിൽ പെട്ടു. എൻ്റെ സിസ്റ്റർ ഒരു 6 സർജറീസിന് ശേഷം മരണപ്പെടുകയുണ്ട്. അളിയൻ ബ്രദറിൻലോ ഫസ്റ്റ് ഡേ തന്നെ മരിക്കുകയും സിസ്റ്റർ ഒരു 6 സർജറിക്ക് ശേഷം മരിക്കുകയും ചെയ്തു. അന്നാണ് ഞാൻ ഈ ഇൻഷുറൻസിൻ്റെ വില മനസ്സിലാക്കുന്നത്. ബിക്കോസ് എൻ്റെ അളിയൻ ഓറിയൻ്റൽ ഇൻഷുറൻസിൽ ഡെവലപ്മെൻറ്റ് ഓഫീസറായിരുന്നു, എങ്കിലും അദ്ദേഹം പേഴ്സണൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ളവരെ എടുപ്പിക്കുമെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എൻ്റെ സിസ്റ്ററിൻ്റെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞു, ചിലവ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് തീരുകയും ഞങ്ങളുടെ ഏകദേശം ഒരു 4-5 ലക്ഷം രൂപ കടത്തിലേക്ക് വരികയും ചെയ്തു. ഞാൻ എൻ്റെ വണ്ടികളൊക്കെ വിറ്റിട്ടും ഞങ്ങൾ ഏകദേശം 4 ലക്ഷം രൂപ ബാധ്യതയിലേക്ക് വന്നു. അങ്ങനൊരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ ടോട്ടലായിട്ട് മാറ്റി ഇന്ന് കാണുന്ന അജിത് പെഗാസസിലേക്ക്, ബിസിനസ്സുകാരനായിട്ടുള്ള അജിത്തിലേക്ക് നയിച്ച ഒരു ഇൻസിഡൻറ്റ് അതാണ്. ബിക്കോസ് എൻ്റെ സിസ്റ്ററിൻ്റെ മക്കളെ നോക്കേണ്ട ഒരു ചുമതല എനിക്ക് വരികയും ഞങ്ങളുടെ ഫാമിലിയുടെ ഫുൾ ബേർഡൻ എൻ്റെ തലയിൽ വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ എനിക്ക് പണിയെടുക്കാതെ വേറെ നിവൃത്തിയൊന്നുമില്ല.
കൊച്ചിൻ എയർപോർട്ടിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് 3500 രൂപയാണ് ശമ്പളം. എനിക്ക് 3500 രൂപ കിട്ടുന്ന സമയത്ത് എയർ ഇന്ത്യയുടെ ഓർഡേഴ്സിൻ്റെയൊക്കെ സാലറി വാസ് 6000+. കൊച്ചിൻ എയർപോർട്ട് ഒന്നും അന്നത്തെ നിലയിലൊന്നും ഇല്ലാതിരുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് ശമ്പളം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഈ 3500 രൂപ വെച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല. അന്ന് ഞാൻ കുര്യൻസ് അവരുടെ അടുത്ത് പോയി, എനിക്ക് എന്തെങ്കിലും സൈഡിൽ ചെയ്യണം, എങ്ങനെ എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അദ്ദേഹം എന്നാൽ ലിഖിതമായി തന്നില്ലെങ്കിലും അദ്ദേഹം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. അദ്ദേഹം നീ എന്താ വെച്ചാൽ ചെയ്തോ, കമ്പനീൻ്റെ ജോലിയെ ബാധിക്കാതെ ചെയ്തോ എന്ന് പറഞ്ഞ് ആസ്പദമാക്കിയിട്ട് ആണ് ഞാൻ പെഗസസ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിതത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. ഇതെല്ലാം പോകാൻ വേണ്ടി 1 ദിവസം 2 ദിവസം മതി. ദൈവം വിചാരിക്കുകയാണ് ഇവൻ്റെ അഹങ്കാരം തീരട്ടെ എന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് എല്ലാം താട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മോറൽ സൈഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പൈസ ഇസ് നത്തിങ് ഈ കമ്പനിന്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ വരേണ്ടി വന്ന കാരണം തുടങ്ങിയ ഒരു ബിസിനസ്സാണ് പെഗാസസ് ഫണ്ട്. അല്ലാതെ ഞാനൊരു ബോൺ ബിസിനസ്സുകാരനൊന്നുമല്ല, ഒരു സാഹചര്യത്തിലൂടെ ഒരു ബിസിനസ്സിലേക്ക് വരേണ്ടി വന്ന ഒരാളാണ്.